ഇവരെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിങ്ങൾ ഇരു കൂട്ടരും തയ്യാറാണോ? കഴിയില്ല. ഇവിടെ നമ്മൾ തന്നെ സൃഷ്ടിച്ച ചില കീഴ്വഴക്കങ്ങളുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് അത് മാറ്റിമറിക്കാൻ സാധ്യമല്ല. പിന്നെ ഒളിച്ചോട്ടം. അനീഷയും കൃഷ്ണരാജും എന്തു പറയുന്നു? ഉമ്മയെയും ബാപ്പയെയും കൊച്ചാപ്പമാരെയും വിട്ടിട്ട് ഞാൻ അങ്ങനെ പോവൂല. ഒളിച്ചോടിയൊരു അനുഭവം എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ ചേച്ചി എന്നെ കഷ്ടപ്പെട്ട് നോക്കുന്ന എൻ്റെ അച്ഛനോട് അങ്ങനെ ഒരു അനീതി ഞാൻ ഒരിക്കലും കാണിക്കില്ല. മാഷൊരു തീരുമാനമെടുക്ക്. ഞങ്ങൾക്കത് സമ്മതമാണ്. അനീസ്യ +2 പാസ്സായി. ഇനി ഒരു ഡിഗ്രി എടുക്ക്. കൃഷ്ണരാജ് കുറച്ച് പേപ്പർ കൂടി എഴുതിയെടുക്കാനുണ്ടല്ലോ, അത് എഴുതിയെടുക്ക്. അതിനുശേഷം ഒരു ജോലി സമ്പാദിക്കുക. 3 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് 2 പേർക്കും കൂടി ഒരു തീരുമാനമെടുക്കാം. എന്താ, അതുപോലെ? ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം മാഷേ. ശരി, എന്നാൽ 2 പേരും കൂടെ ആലോചിക്കും. കൃഷ്ണ, ഞങ്ങൾക്ക് സമ്മതമാണ് മാഷെ. 2 പേരുടെ തീരുമാനമാണോ? സമ്മതമാണ്. ഗുഡ്. നമുക്ക് ഇവരെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചാലോ? ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ ഇപ്പൊ എത്തും. ഓക്കെ. അനീസ്യ, കൃഷ്ണരാജ് എത്ര വർഷമായി കണ്ടിട്ട്? കൃത്യം 4 വർഷം. താനിപ്പോ എവിടെ? ഞാൻ കാനഡയില. താനോ? ഞാൻ ദുബായില്. ഹസ്ബൻഡൊക്കെ? വെസ്റ്റേൺ മെഡിക്കൽ സെന്റർ ഫ്രണ്ടിൽ നിൽക്കുന്ന ലേഡി വൈസ് സംസാരിക്കുന്ന ആളെ കണ്ടില്ലേ? അതാണ് എന്റെ ഹസ്ബൻഡ്. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ വൈഫിനോട്. ഓ, സർപ്രൈസ്. ഞാൻ എന്റെ വൈഫിനെ ഒന്ന് പരിചയപ്പെടുത്താം.